ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. നമ്മൾ ചീനി ഉണ്ടാക്കുമ്പോൾ ചീനിയുടെ കൂടെ പ്രോട്ടീൻ കൂടെ ചേർത്ത് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ നോൺ വെജിറ്റേറിയൻസിന് ചീനിയും മീനും അല്ലെങ്കിൽ ചീനിയും ഇറച്ചി കറിയും കൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ കിട്ടി. അതേസമയത്ത് വെജിറ്റേറിയൻസിന് സാധാരണ വെജിറ്റേറിയൻസ് ചെയ്യുന്നത് ചീനി പുഴുങ്ങി കഴിഞ്ഞിട്ട് പച്ചമുളക്, ഉള്ളി, വെളിച്ചെണ്ണ, ഉപ്പ് ഇത് ചേർത്തൊരു കുഴമ്പ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ മുക്കി കഴിക്കും, മുളക് ചമ്മന്തി. അപ്പോൾ അവിടെ പ്രോട്ടീൻ ഒട്ടും കിട്ടുന്നില്ല. അപ്പോൾ പ്രോട്ടീൻ കിട്ടാനുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവം ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വേണ്ട ഇൻഗ്രീഡിയൻസ്, ഇതിപ്പോൾ 1 കിലോ ചീനിയാണ് ഈ മുറിച്ചെടുത്തിരിക്കുന്നത്. ഒരു 1 കപ്പ് കടല ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിരിക്കുക. പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കടുക്, സവാള അരിഞ്ഞത്, വറ്റൻമുളക്, ഉപ്പ് ആവശ്യത്തിന്, വേപ്പില. ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ കടുക് വറുക്കാനുള്ള എണ്ണ വേണം, വെള്ളം വേണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചീനി, കടല, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് അതൊരു 5 വിസിൽ വരും വരെ അങ്ങ് വേവിക്കുക. ഉപ്പ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞ് തുറന്നിട്ട് ഉപ്പിട്ട് ഒന്നുകൂടെ തിളപ്പിക്കും. അതാണ് അതിൻ്റെ ആദ്യത്തെ പ്രൊസീഡിയർ. അപ്പോൾ ചീനി, കടല, മഞ്ഞൾപ്പൊടി, ഇനി ഇതിൻ്റെ അകത്ത് അതൊന്ന് മുങ്ങിക്കിടക്കാൻ അത്രയും വെള്ളം ചേർക്കുക. 5 വിസിൽ. ആ പച്ചമുളകും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇതങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് സവാള വഴറ്റുമ്പോഴിടാം. കടലയും ചീനിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അടുത്തതായിട്ടൊരു കടായി അടുപ്പത്ത് വെക്കുക. എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ വേപ്പില ഇടുക. വറ്റൻമുളക്, സവാള ഇടുക. നമ്മൾ ചീനിക്കിട്ടിരിക്കുന്ന ഉപ്പ് പോരാ, അത് കാരണം കുറച്ച് ഉപ്പ് ഇതിലിടുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഇത് വഴറ്റുക. ഇവിടെ നമ്മൾ മുളക്, പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത് എരിവിന്. പിന്നെ വറതാളിക്കണതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വറ്റൻമുളക് ഇട്ടിട്ടുണ്ട്. 2 വറ്റൻമുളക് മുറിച്ച് അത് കരിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇപ്പോൾ ഇതൊരുമാതിരി ബ്രൗൺ കളറായിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ കളർ. ഇതിൻ്റെ അകത്തോട്ട് ഈ ചീനിയും കടലക്കൊക്കെ വേവിച്ച ഒഴിക്കും. ഇപ്പോൾ നമ്മുടെ ചീനി കടല കറി റെഡിയായി. ഇത് നമ്മൾ ഓഫ് ചെയ്തൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകും. അപ്പം നമ്മൾ സെർവ് ചെയ്യും. തീ ഓഫ് ചെയ്യുക. അപ്പം നമുക്കത് സെർവ് ചെയ്യാനുള്ള പരുവായിട്ടുണ്ട്. പ്രോട്ടീൻ റിച്ച് ടോപ്പിയോക്ക. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ചൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ.